ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ശൈത്യകാല സമ്മേളനത്തിന് തിരശീല വീണു കഴിഞ്ഞു. അവസാന ദിനത്തിലും പാർലമെന്റിൽ താരമായി നിന്നത് വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധിയാണ്. സമ്മേളന കാലയളവിൽ എല്ലാം പ്രതിപക്ഷത്തിന്റെ നാവും കണ്ണുമായി പ്രവർത്തിച്ച പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു സംഭാഷണം നടന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ടാണ്. നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും കാര്യശേഷിയുള്ളതും കർമ്മനിരതനുമായ ഒരു മന്ത്രിയാണ് ഗഡ്കരി. കേന്ദ്ര സർക്കാരിൽ ഉപരിതല ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഗഡ്കരി. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ആർക്കും സമീപിക്കാവുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് ഗഡ്കരി. ഗഡ്കരിക്ക് മുന്നിൽ MP-മാരെയും പ്രധാനമന്ത്രിയെയും എല്ലാം സാക്ഷി നിർത്തി പ്രിയങ്ക ഗാന്ധി ഒരു അഭ്യർത്ഥന നടത്തി. വയനാടാണ് എന്റെ മണ്ഡലം. വയനാടിനു വേണ്ടി ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരിയോട് ചോദിക്കാനുണ്ടെന്നും മന്ത്രിയുടെ ഓഫീസിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും താങ്കളെ കാണാൻ സമയം അനുവദിച്ചില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. എന്നാൽ ഇതിനു മറുപടിയായി ചിരിച്ചുകൊണ്ട് ഗഡ്കരി പറഞ്ഞ വാക്കുകൾ കേട്ട് കോൺഗ്രസ് MP-മാർ പോലും കൈയടിച്ചു. ബഹുമാനപ്പെട്ട പ്രിയങ്ക ഗാന്ധി MP-ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാം. എന്റെ ഓഫീസിന്റെ വാതിലുകൾ നിങ്ങൾക്ക് എപ്പോഴും തുറന്നു കിടക്കും എന്നായിരുന്നു ഗഡ്കരി പറഞ്ഞത്. ഒരു അപ്പോയിന്റ്മെന്റ് പോലും എടുക്കേണ്ട ആവശ്യമില്ലെന്നും എപ്പോഴും സ്വാഗതമെന്നും പറഞ്ഞാണ് ഗഡ്കരി പ്രസംഗം അവസാനിപ്പിച്ചത്. ഇതിന് പിന്നാലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഗഡ്കരിയെ കാണാൻ ഓഫീസിലേക്ക് എത്തി. സ്വന്തമായി പാകം ചെയ്ത ഭക്ഷണം നൽകിക്കൊണ്ടായിരുന്നു നിതിൻ ഗഡ്കരി പ്രിയങ്കയെ സ്വീകരിച്ചത്. പാർലമെന്റ് വളപ്പിലെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. യൂട്യൂബ് വീഡിയോ കണ്ടായിരുന്നു ഗഡ്കരിയുടെ പാചകം. അരി കൊണ്ടുള്ള വിഭവവും ചട്നിയുമായിരുന്നു ഇതിൽ പ്രധാനം. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. പ്രിയങ്കയും കോൺഗ്രസ് നേതാവ് ദീപേന്ദർ സിംഗ് ഹൂഡയും ഗഡ്കരിയുമായി സംസാരിക്കുന്നതിനിടയിൽ വിഭവം രുചിച്ചു നോക്കുന്നത് കാണാൻ സാധിക്കും. കേരളത്തിലൂടെ കടന്നു പോകുന്ന 6 റോഡ് പദ്ധതികളെ കുറിച്ചാണ് ഇരുവരും ചർച്ച ചെയ്തത്. ചില പദ്ധതികൾ കേരള സർക്കാരിന്റെ കീഴിലാണെന്നും അതിനാൽ കേന്ദ്രത്തിന് അവ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. മറ്റുള്ളവ പരിശോധിക്കുമെന്നും ഗഡ്കരി ഉറപ്പു നൽകി. വയനാട്ടിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള വിവിധ റോഡ് പദ്ധതികളെക്കുറിച്ചും MP-യും മന്ത്രിയും ചർച്ച ചെയ്തു. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡ് വികസന പദ്ധതികളും പ്രത്യേകിച്ച് വയനാട് ചുരം ബദൽ പാത ഉൾപ്പെടെയുള്ള വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു. വയനാടിന്റെ അടിസ്ഥാന സൗകര്യം വികസനത്തിന് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സഹകരണം നിതിൻ ഗഡ്കരി പ്രിയങ്കയ്ക്ക് വാഗ്ദാനം ചെയ്തു. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു. And may I also request you to grant me an appointment? I've been asking since June to talk about my constituency, sir. मैडम, आज क्वेश्चन आवर के बाद आप आ जाइए, कभी भी आइए, मेरा दरवाजा हर समय खुला रहता है. अपॉइंटमेंट लेने की भी जरूरत नहीं, आप कभी आइए. May I also request you to grant me an appointment? I've been asking since June to talk about my constituency, sir. आज क्वेश्चन आवर के बाद आप आ जाइए, कभी भी आइए, मेरा दरवाजा हर समय खुला रहता है. अपॉइंटमेंट लेने की भी जरूरत नहीं.